രാജീവ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുടി വളരാൻ ഒരു എണ്ണ കാച്ചാണ്. ആദ്യം നമ്മളൊരു സ്പൂൺ കരിഞ്ജീരകം ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് അത്ര അളവിൽ തന്നെ ഒരു സ്പൂൺ ഉലുവ ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് അതേ അളവിൽ തന്നെ നമ്മളൊരു സ്പൂൺ ജീരകം ഇടുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അതേ അളവിൽ തന്നെ ഒരു സ്പൂണ് കുരുമുളക് ഇടുകയാണ്. ഇനി നമ്മൾ ഒരു പിടി കറിവേപ്പില ഇടുകയാണ്. അതുപോലെ ഒരു പിടി മല്ലിയില ഇടുകയാണ്. ഇത് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഞാനൊരു 200 ml എണ്ണയാണ് പാരുന്നത്. എനിക്ക് അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ 200 ml എണ്ണയിലേക്കുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതാ നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ള ഈ കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇതിലിടുകയാണ്. നന്നായി ക്രഷ് ചെയ്ത് കൊടുക്കണം. ഇത് താരൻ, മുടി കൊഴിച്ചില്, അകാല നര എല്ലാം പോവാൻ നല്ലതാണ് കേട്ടോ. അകാല നരയ്ക്ക് നല്ലൊരു റെമഡിയാണത്. നമ്മളെ കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചതച്ചിട്ടുള്ള എണ്ണ. അതുപോലെ തന്നെയാണ് മുടി കൊഴിച്ചിലിനും സൂപ്പറാണ്. ഇനി നമ്മൾ ഒരു പിടി തുളസിയുടെ ഇലയും കൂടി ഇതിലേക്ക് ഇടുകയാണ്. കണ്ട നല്ല പേൻ ശല്യം പറ്റ പോകും നമ്മൾ തുളസിയുടെ ഇല ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ നമ്മളിത് ഒരുപാട് മൂത്ത് പോകാതെ നല്ലോണം ശ്രദ്ധിക്കണം. ചെറുതായിട്ട് ജീരകം, കുരുമുളകൊക്കെ ഓരോന്ന് പൊട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ പിടിച്ചു നോക്കിയാൽ ഈ തുളസിയുടെ ഇല ഒന്നിങ്ങനെ നമുക്ക് മനസ്സിലാവും. വെള്ളം പോയി കഴിഞ്ഞിട്ടുള്ള തുളസിയുടെ ഇല നമുക്ക് പിടിച്ചറിയില്ലേ. നമ്മളെ കറിയിലെ കറിവേപ്പില പോലെ, വാർത്തട്ടയിലത്തെ കറിവേപ്പില പോലെയാവും തുളസിയുടെ ഇല ഇതിലത്തെ. അപ്പോൾ നമ്മൾ അതാണ് ഇതിൻ്റെ മൂപ്പ് കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളിത് കുളിക്കണതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ തലയിൽ നിന്ന് എല്ലാ ദിവസവും, എങ്ങനെ നിങ്ങൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിലാവും, ചിലവര് നമുക്ക് ഇഷ്ടമുള്ള ദിവസമാണ്, നിങ്ങൾ ചിലപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യമാവും. എങ്ങനെ വേണമെങ്കിലും എണ്ണയുടെയൊക്കെ കാര്യം അവനവൻ്റെ ഇഷ്ടമാണ് കേട്ടോ. ചിലവര് കുളിക്കണ എല്ലാ ദിവസവും എണ്ണ തേച്ചോളണമെന്നില്ല. അപ്പോൾ എങ്ങനെയും നിങ്ങളിത് കയ്യിലേക്ക് എടുത്ത് നന്നായി ചൂടാക്കണം. അല്ലെങ്കിൽ നേരിട്ട് ചൂടാക്കാതെ തിളച്ച വെള്ളത്തിലേക്ക് ഒന്ന് ഇറക്കി വെച്ചിട്ട് കൈ ഇടാനുള്ള ഒരു പാകത്തിന് ഒരു ഇളം ചൂടിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം. എണ്ണ ചൂടാക്കിയിട്ട് വേണം തേക്കാൻ. ഇതിൽ കുരുമുളകും ജീരകവും നമ്മളെ കരിഞ്ജീരകം ഇതൊക്കെ ഇട്ടണം. എന്താ വെച്ചാൽ പേൻ ശല്യം ഉണ്ടാവില്ല, മുടി വളർച്ച അതുപോലെ കൂടും, താരൻ പോവും, മുടി കൊഴിച്ചിൽ പോയിട്ട് പെട്ടെന്ന് മുടി കിളിർത്ത് വളരും കിട്ടുമോ. ഇത് നമ്മൾ ഒരുപാട് കരിയാതെ നല്ല ശ്രദ്ധിക്കണം. ഇത് നല്ല എണ്ണ തിളച്ചു കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സിമ്മിലിടണം. ഒന്ന് തിളയ്ക്കുന്നവരെ നിങ്ങൾ സ്പീഡിൽ വെച്ചോളൂ. തിളച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സിമ്മിലിടണം. പിന്നെ നമ്മളെ തുളസിയുടെ ഇല ഉണ്ടാവുകൊണ്ട് നീരിറക്കം വരില്ല. ഈ പേൻ ശല്യം പോണോട് കൂടി ചിലപ്പോൾ നമ്മളുണ്ടല്ലോ കടക്കണേന്റെ തലയണയുടെ അടിയിൽ പണ്ട് വയസ്സായവരൊക്കെ നമുക്ക് ഓരോ തുളസിപ്പൂ കൊടുന്ന് വെച്ചിട്ടുണ്ടാവും അമ്മമാര്. അപ്പൊ അത് പേൻ ശല്യത്തിന് പേടി സ്വപ്നം കാണാതിരിക്കാനാണെന്നാണ് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. പക്ഷെ പേൻ ശല്യം പോകാനും കൂടിയാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. പേൻ ശല്യം എൻ്റെ തലയിൽ പേൻ ഉണ്ടായിരുന്നില്ല. അപ്പോ ഈ തുളസിയില വെച്ച് കഴിഞ്ഞാൽ പേൻ ശല്യം ഉണ്ടാവില്ല. അപ്പൊ എണ്ണ കാച്ചുമ്പോൾ നിങ്ങൾ നീരിറക്കത്തിന് നന്ന്, പേൻ ശല്യത്തിന് നന്ന്. അപ്പോൾ എല്ലാവരും ഒരു പിടി തുളസിയില എല്ലാത്തിനും ഇട്ടോളൂ കേട്ടോ. എല്ലാ എണ്ണയിലും അതൊരു ദോഷമില്ല, ഗുണമുള്ള സാധനമാണ്. നമ്മൾ ഇനിയിപ്പോൾ നമ്മളുണ്ടല്ലോ കയ്യൂന്നിൻ്റെ ഒക്കെ എണ്ണ ഉണ്ടാക്കുന്ന ബൃങ്കരാജിൻ്റെ ഒക്കെ, അപ്പോഴൊക്കെ നിങ്ങൾ തുളസിയുടെ ഇല ഒഴിവാക്കണ്ട. അതുപോലെ മുടി കറുക്കാനൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ കറിവേപ്പില ഇടുന്നത്. ഇതിപ്പോ അത്ര എളുപ്പല്ലേ. മറ്റേത് എണ്ണ കാച്ചാൻ എന്തൊരു പ്രയാസമാണ് അല്ലേ. എത്ര സമയം വേണം. ഇതിപ്പോ ആകെ 5 മിനിറ്റ് നമുക്ക് വേണ്ടു ക്രഷ് ചെയ്തിട്ടാവുകൊണ്ടേ കറിവേപ്പിലേക്ക്. ഇപ്പൊ എണ്ണയൊക്കെ മൂത്ത് വന്നു കേട്ടോ. കണ്ടോ നമ്മളുടെ ഇതൊക്കെ ഇളം ചുവപ്പ് കളർ വന്നു. കണ്ടോ നമ്മളുടെ ഉലുവ, കരിഞ്ജീരകം, ജീരകം ഒക്കെ നന്നായി ഉലുവയുടെ കളറ് മാറി ഒരു ഗോൾഡൻ മഞ്ഞ കളർ വന്നു. കണ്ടല്ലോ ഉലുവ. ഇതാണ് അതിന്റെ മൂപ്പ്. ഇനി ഇത് നമ്മൾ തണുത്ത് കഴിഞ്ഞാല് ഒരു ബൗളിലോ എവിടെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ, എയർ ടൈറ്റുള്ള പാത്രത്തിൽ ഒഴിവാക്കിക്കോളൂ. നിങ്ങളെ ഒഴിവാക്കി വെച്ചോളൂ. എന്നിട്ട് ഉപയോഗിക്കുന്ന ദിവസം നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഒന്ന് ഡബിൾ ബോയിലിങ്ങേ ഞാൻ പറഞ്ഞില്ലേ, തിളച്ച വെള്ളത്തിൽ ഒന്ന് ഇറക്കി വെച്ചിട്ട് ഇളം ചൂടാക്കിക്കോളൂ. മുടി വളർച്ച ഇരട്ടിയാവും നമുക്ക്. അത് എല്ലാവരും തേക്കുന്നുണ്ട്. അങ്ങനെ എനിക്കും അനുഭവമാണ് കേട്ടോ. എനിക്കിപ്പോൾ ഷുഗറൊക്കെ ഉണ്ടാവുകൊണ്ട് കുറച്ച് ഇപ്പം എന്ത് ചെയ്താലും ഒരുപാട് കൊഴിഞ്ഞു പോയ മുടിയാണ്. എനിക്ക് ഇത്രയും വളർച്ച എങ്ങനെയെങ്കിലും ഉണ്ടായത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുകൊണ്ടാണ്. നമ്മൾ ഈ മല്ലിയുടെ ഇല ഇടണ എന്താ വെച്ചാൽ, ഞാൻ പച്ചക്കടുകും മല്ലിയിടയിലും നന്നായി അരച്ചിട്ട് മുടിയിൽ തേച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളഞ്ഞിരുന്നു, മുടി വളർച്ച ഇരട്ടിയാവാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് ബാലൻസിന്റെ പ്രശ്നം വന്നതിന് ശേഷം ഞാൻ മല്ലിയിടയിലും പച്ചക്കടുകും കൂടി അരച്ച് തേച്ച് കഴിഞ്ഞാൽ കഴുകി കളയാനുള്ള ബുദ്ധിമുട്ട്. കുളിമുറിയിലല്ലേ കുളിക്കുകയും ചെയ്യണത്. എനിക്ക് തല ബക്കറ്റ് വാഷ് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. കപ്പുകൊണ്ട് മുക്കി പാരാനേ പറ്റുള്ളൂ. അത് കാരണം ഞാനത് ചെയ്യാറില്ല. ഇപ്പം ഞാൻ എണ്ണയിൽ ഐഡിയ കണ്ടുപിടിച്ചിരിക്കുകയാണ്. എണ്ണയിൽ കാച്ചിട്ടാണ് തേക്കാറാണ് പതിവ്. മല്ലിയിടയില ക്രഷ് ചെയ്തിട്ടാണ് ഇടും.
ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്തോളൂ കേട്ടോ. ഇനി വേണ്ടാത്തവർ ഇത് അവോയ്ഡ് ചെയ്താലും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മളെ മുടി വളർച്ച കൂട്ടുന്നതാണ്. കണ്ടല്ലോ ലൈറ്റ് പച്ച കളറിലെ എണ്ണ നമുക്കിത് കിട്ടുക. കണ്ടോ നല്ല എണ്ണയാണ്. അത് എനിക്കിത് 2 മാസത്തിനുണ്ടാവും ഇത്രയും എണ്ണ. ഞാൻ ഇതാണ് ഇനി തേക്കാറ് കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.